അപ്പോൾ നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തപ്പോൾ ഏകദേശം എന്താ പറയുക 8 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ടൈം കിട്ടാത്തതാണ് തന്നെ ചെയ്യാറുണ്ട്, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 2 ദിവസം ആഴ്ചയിൽ കൊറിയറും അതുപോലെ തന്നെ കുറച്ച് ട്രേഡിങ്ങിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് എത്തുന്ന സമയത്ത് നമുക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടാറില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഷോർട്സ് തന്നെ മിക്കപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഗപ്പീസിനെ വിറ്റിട്ടൊരു ഗപ്പി ഫാം. അപ്പോൾ ഗപ്പീസ് മാത്രമല്ല, പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റണ കാരണം കേട്ടോ നമ്മൾ ഗപ്പീസിനെ കൊടുത്തിട്ടുണ്ടാകും. എല്ലാ മീനുകളും ഉണ്ടെന്ന് വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എന്നുള്ളൊരു ഫാം തന്നെയാണ്. നമ്മുടെ ഫാമിൻ്റെ കാര്യങ്ങൾ നോക്കണം. മെസ്സേജസ് നോക്കിയില്ലെങ്കിൽ പിന്നെ അതിന് വേറെ ചീത്തവിളി തെറിവിളി കുറേ പേരുണ്ടാവും. അത് നോക്കിയില്ലെങ്കിൽ പിന്നെ അത് വന്ന് കമൻറ്റ് ചെയ്യണവരുണ്ടാവും. അപ്പോൾ അതും നമുക്ക് നോക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുക ലോങ് വീഡിയോസ് ചെയ്യാൻ മിക്കുമ്പോൾ ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിലേ വരാറുള്ളത്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇടയ്ക്ക് ഇടാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും ഗ്യാപ്പ് ഇനി വരത്താൻ നോക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാം കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് FB പേജ് കൂടി ഫോളോ ചെയ്തോട്ടോ. നമുക്കിനി വീഡിയോ എടുക്കാം. നമ്മളപ്പോൾ ഈ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് അതെ വീടിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പുതിയ സെക്ഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇൻഡോർ തന്നെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അടുത്ത് ഓൾമോസ്റ്റ് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടബ്സും കാര്യങ്ങളും മാത്രം കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം ഉണ്ടോ കുറച്ച് ടബ്സിന് നമുക്ക് അത് ഈ ഏരിയയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസിൽ നമുക്ക് ഇത് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പരമാവധി സ്പേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു 3 ലെയർ മേലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതെന്തായാലും വഴി ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ നമ്മുടെ ഈ ലോഗോ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനായിട്ടാണ് നമ്മൾ ഏകദേശം ഒരു 2-3 ആഴ്ചയോളം നമ്മൾ പിടിച്ചു. കാരണം ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട് ഓൾമോസ്റ്റ് ഇവൻ ലോഗോൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ബാക്കിയും പിന്നെ നമ്മുടെ ഇതൊക്കെ അടിക്കാനൊക്കെ അതിന് നല്ല പണിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്ത്. അതായത് ഈ മീനിൻ്റെ പോലെ തന്നെ ക്രൈസ് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഈ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ വീഡിയോ ചെയ്യാൻ അതായത് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റണമാതിരിയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റ് ആയിട്ടോ രസം എന്ന് പറയുന്നത്. എന്തായാലും ലൈറ്റ് ഞാൻ പകലൊന്ന് ഇട്ട് കാണിച്ചു തരാം. രസം കേട്ടോ. അത് നൈറ്റാണ് കുറച്ചും കൂടി ഫീൽ ഉണ്ടാവുക. ആ നൈറ്റ് കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ട രസം തന്നെയാണ് കേട്ടോ. ഫാമിലി ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. എന്താ പറയുക ഒരു ക്രൈസ്. പിന്നെ അത് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത കാരണം നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും എന്നിരുന്നാലും 5K ഉള്ളിലൊക്കെ ആയിന് കേട്ടോ. പുറത്ത് കൊടുക്കാൻ നല്ല എമൗണ്ട് വരും. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ഒരു 5 ട്യൂബ് ലൈറ്റാണ് ഇട്ടിട്ടുള്ളത്. പകല് എന്താ പറയുക വെളിച്ചം അത്രയെന്ന് പറയാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ നൈറ്റ് രസം തന്നെയാണ്. മിക്കപ്പോഴും നമുക്ക് വാട്ടർ ചേഞ്ചൊക്കെ നൈറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സെക്ഷൻസിലൊക്കെ നമ്മൾ ഇതിപ്പോൾ 75 ലിറ്ററിൻ്റെ ടബ്സ് കേട്ടോ ഈ യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം നമുക്ക് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ ഒരു 240 റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഹോൾസെയിൽ ആകുമ്പോൾ ഒരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ ഈ ബ്ലാക്കൊക്കെ വരുന്നത് ഏകദേശം എത്രയോ ഒരു 60-70 ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ ബ്ലൂം ഒരു 80 രൂപ മറ്റേതൊക്കെ ഹോൾസെയിൽ വരുന്ന റേറ്റുകളാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഈ സെക്ഷൻ മാത്രം 100 അടിക്കണം. അപ്പോൾ ആ കമ്പനിയിൽ എന്താ പറയുക മോൾഡിൻ്റെ ഇഷ്യൂസ് ഉള്ള കാരണം കേട്ടോ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് എന്തായാലും എടുത്ത് മാറ്റണം. അപ്പം ഗ്യാപ്പ് നമ്മൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ട്രൈൻ ജസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് വെറുതെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് മാറ്റണം. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് മെയിൻ ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ അക്വറിയം അടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം അക്വറിയം അടിക്കാൻ പറ്റുന്നോട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണം. പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ച് എന്തായാലും ടൈം എടുക്കും. പിന്നെ നമ്മൾ താഴെയും ഇതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഷീറ്റ് എടുക്കുക കേട്ടോ. 2 ലെയർ ഇട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി വെള്ളം നിൽക്കൊന്നുമില്ല. ലാസ്റ്റ് പിന്നെ ഞാൻ എന്താ പറയുക അറ്റത്തായിട്ട് ഡ്രൈനേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റ് ആയിക്കോളും. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഫുള്ള് ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തൂണ് വരെയും ആ ബ്ലാക്ക് അടിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിന്നോളൂ. പിന്നെ ഈ നെറ്റ് കിട്ടാനാണ് നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ലാസ്റ്റ് പിന്നെ അന്വേഷിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബ്ലാക്ക് അടിക്കുമ്പോൾ അതൊരു ഫീല് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ബ്ലാക്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ മാതിരി ടബ്സുകളും ഫുള്ളും ബ്ലാക്ക് അടിക്കാൻ കുറച്ച് രസമാണ് കേട്ടോ. പക്ഷെ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വോളിയം കുറവായിട്ടാട്ടോ. അതായത് നമ്മുടെ ഈ ബ്ലൂവും ബ്ലാക്കൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇതിന് കുറച്ച് വോളിയം കുറവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തേക്കാളും ഇത്രയും ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയും പറഞ്ഞില്ലേ സ്റ്റാൻഡ് അടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ പതിയെ ചെയ്യണം കേട്ടോ.
പിന്നെ നമ്മളല്ല ലോഗോ ഇഷ്ടപ്പെടണേ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതായത് വർക്ക് എന്തായാലും കുറച്ച് പണിയെടുത്ത വർക്ക് തന്നെ. അതായത് ശരിക്കും വേണം, ഇതാണ് ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വാം വൈറ്റും പിന്നെ അങ്ങനെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ശരി, ഇത് പിങ്ക് വരുന്നുണ്ട്, പിന്നെ വാം വൈറ്റ്, വൈറ്റ്, ബ്ലൂ, പിന്നെ നമ്മുടെ ഗ്രീൻ, ആ ഒരു ഷെയ്ഡ്. അത് നമ്മുടെ ഫാമിൻ്റെ ആ ലോഗോ തന്നെ ഉണ്ട്. ആ ലോഗോ ഞാൻ തന്നെ ആട്ടോ മുന്നേ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. വലിയ എന്ന് പറയുന്നില്ല, പക്ഷെ എന്താ പറയുക, എല്ലാം മിക്കപ്പോഴും ഞാൻ തന്നെ ആട്ടോ മിക്കപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ നമ്മളത് ഈ നെയിം ബോർഡ് അടിക്കുന്ന സമയത്തും ഈ പറഞ്ഞ മാതിരി അന്വേഷിച്ചപ്പോഴൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ഓരോ ലെറ്ററിന് തന്നെ നല്ല എമൗണ്ട് ആട്ടോ. പിന്നീട് അപ്പോൾ അത് നമുക്ക് തന്നെ ചെയ്തുകൂടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്താ പറയുക, മിക്കപ്പോഴും സെക്ഷൻസ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് നോക്കുക, അത് പഠിക്കുക, അത് ചെയ്യുക. അതാണ് മിക്കപ്പോഴും എനിക്കും താല്പര്യം കേട്ടോ. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പം സെറ്റ് ചെയ്ത് വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി സെക്ഷൻസ് അടിച്ചടിച്ച്, അതായത് ഇപ്പം നമ്മൾ കണ്ടല്ലേ, ഇപ്പം ഈ മിഥുല, അത് കഴിഞ്ഞ് ഗ്യാപ്പ് ഇട്ട് പിന്നെ ഫാം, ഹട്ട്, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയും പിന്നെ കുറേ സ്ഥലത്ത് ലൈറ്റ് അടിച്ച് പോകാനൊക്കെ നല്ല ചാൻസ് കൂടുതലാണ്. അതിപ്പോൾ ഒറ്റ സ്ട്രിപ്പാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല പണിയെടുക്കണം. കാണുന്നമാരൊന്നല്ല, പറഞ്ഞമാതിരി നല്ല പണി എടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ കാണുന്നവർക്ക് അത് വലിയ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത് നമുക്ക് ചെയ്യാം, പക്ഷെ അതിനനുസരിച്ചുള്ള എമൗണ്ട് സെറ്റ് കൊടുക്കാമെന്ന് മാത്രം. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ ഫാമിൽ ആരും ചെയ്യാന്നുള്ള ചാൻസ് കുറവാണ്. കുറേ പേര് വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ ഇടുന്ന സമയത്ത് എന്താ പറയുക, ഷോപ്പാണോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളാണോ ചോദിക്കുക. കാരണം അങ്ങനത്തെ ഒരാൾ മിക്കപ്പോഴും ചെയ്യുന്നുണ്ടാവുള്ളൂ. ഫാമിൽ ഒരിക്കലും ചെയ്യാൻ വഴിയില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. രസമാണ്, അതായത് നൈറ്റ് നല്ല വൈബ് തന്നെ കേട്ടോ. അത് ഞാൻ നൈറ്റ് വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാനും ഫ്രണ്ടും കാര്യങ്ങളും ചെയ്ത കാരണം തന്നെ ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക, ഒരുവിധം കയ്യിൽ ഒതുങ്ങിയ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിൽ നിന്നുള്ള ഒരു എമൗണ്ട് തന്നെ. അത് വലിയ എമൗണ്ട് ഒന്നുമല്ല, ഒരു ചെറിയ പോർഷൻസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ആ പ്രോഫിറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടം ഒഴിവാക്കി കിട്ടും കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുത്ത സമയത്ത് എല്ലാവരും, അത് മിക്കപ്പോഴും ചോദിച്ചൊരു ഐറ്റം കേട്ടോ, നമ്മുടെ എന്താ പറയുക, ഈ ഒരു ബ്ലൂ ടബ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ബ്ലൂ ഈ പറഞ്ഞ മാതിരി ഇത് 75 ലിറ്റർ ആയതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ 100 കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നോർമലി എന്താ പറയുക, കുറച്ച് ഐറ്റംസിന് ചെയ്യുക, അല്ലെങ്കിൽ മിക്സഡ് ചെയ്യുക, കുറേ അത് ഒരു താമരയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഐറ്റം തന്നെയാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒരു 60 റേഞ്ച് കിട്ടുന്നതാണ്. പക്ഷെ ഉണ്ടോ ഇത്രത്തോളം വ്യത്യാസം ഉണ്ടാവും. അത്യാവശ്യം നല്ലോണം തന്നെ ക്വാണ്ടിറ്റി വെള്ളം കൊള്ളു കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും ഇങ്ങനത്തെ ഒരു ടാങ്ക് വാങ്ങി സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ. ഇപ്പോൾ റീറ്റെയിൽ വാങ്ങുമ്പോഴാണെങ്കിലും ഒരു 300-400 ആ റേഞ്ച് വരുള്ളൂ. പക്ഷെ നല്ല ഉറപ്പുണ്ടാവും കേട്ടോ. അങ്ങനെ പൊട്ടിപ്പോണ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കാണാൻ ചാൻസ് ഭയങ്കര കുറവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പുതിയ സെക്ഷൻ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഇനി എന്തായാലും ഇതുപോലെ തന്നെ പുതിയ പുതിയ സെക്ഷൻസ് എടുത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മീൻ ഇടുന്ന വീഡിയോസൊക്കെ നമുക്ക് ഇനി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 1 വീക്കൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഫുൾ തന്നെ ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. 3:15 ആയിരുന്നു കേട്ടോ. അതായത് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഫുൾ ടൈം ഈ വീഡിയോയിൽ പിന്നിലും ഫാമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫുഡും കഴിക്കണം, ഇനി കുറച്ച് വേറെ കാര്യങ്ങൾ കുറച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്തിട്ട് വേണം. പിന്നെ ഇനി എഡിറ്റ് ചെയ്യണം വീഡിയോസ്. അപ്പോൾ നമുക്കിനി ഒരു നാളേക്ക് നമ്മൾ ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇടയ്ക്ക് ലോങ് വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. ഇനി മീൻ ഇടുന്ന വീഡിയോസും പുതിയ എടുക്കണതിൻ്റെ ഒക്കെ നമുക്ക് ലോങ് വീഡിയോ ഇടാൻ തന്നെ നോക്കാം കേട്ടോ. പിന്നെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതാ നൈറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നൈറ്റ് തന്നെ രസം ഉണ്ടാ. ലോഗയ്ക്ക് മാത്രം നമ്മളൊന്ന് ഡാർക്കാക്കിയാലേ കാര്യമുള്ളൂ. ഉണ്ട് അപ്പോഴേ ശരിക്കും എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ. നൈറ്റ് തന്നെ കേട്ടോ രസം. അപ്പം അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നടക്കാനും ഇരിക്കാനും ഒക്കെ ഫീൽ തന്നെയാണ് കേട്ടോ. ഇനി പറഞ്ഞ മാതിരി ഇതിൻ്റെ ഉള്ളിൽ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാണ്ട് എല്ലാத்தைയും വെള്ളം അടിക്കാനൊക്കെ പണി തന്നെയാണ്. അതൊക്കെ സെറ്റ് ചെയ്യണം. നൈറ്റൊക്കെ രസം തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ വ്യൂ തന്നെയാണ്. നൈറ്റ് വാട്ടർ ചേഞ്ചൊക്കെ ഫീൽ തന്നെയായിരിക്കും ഇവിടെ. എനിക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഫാൻറ്റസിയൊന്നും പോയിട്ടില്ല കേട്ടോ. അതൊരു ഫീൽ തന്നെയാണ് ഉണ്ടായിരിക്കും. കളേഴ്സ് ആയിരിക്കും നമുക്ക് ആ വീഡിയോയിൽ അത്രയും കിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് തന്നെയാണ് നല്ല ഫീൽ വരുള്ളൂ.